അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഈസ്റ്റർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേട്ടതിൽ വളരെ സന്തോഷം. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോറസ്റ്റ് ഗേറ്റ് സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് ഹീത്രൂയിലേക്കുള്ള ട്രെയിനിലാണ് നമ്മൾ കയറുന്നത്. നമുക്ക് ടോട്ടനം കോട്ട് റോഡിലാണ് ഇറങ്ങേണ്ടത് കേട്ടോ. ആ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് കേട്ടോ. ലണ്ടൻ്റെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ആരുടെയും മുഖങ്ങളൊന്നും കാണിക്കാതെ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് വീഡിയോ പിടിക്കുന്നതെന്ന്. ഒന്നാമതായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒൺലി ട്രാവലിംഗ് ത്രൂ പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. നടന്നും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്തുമാണ് ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേരുടെ മുഖങ്ങളൊക്കെ അറിയാതെ ഇതിനകത്ത് വരും. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരുടെയും മുഖത്തേക്ക് വീഡിയോ പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഡിയോ പിടിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് എൻചാൻറ്റഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇല്യൂഷൻ ഡെല്യൂഷൻ അങ്ങനെയൊക്കെ ഉള്ളൊരു പാർക്ക് പോലെ ഒരു സംഭവം. പിള്ളേർക്കും പിള്ളേരുടെ മനസ്സുള്ള എന്നെപ്പോലെയുള്ള കുട്ടികൾക്കും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇല്യൂഷൻ ആണിത്. നല്ല രസമുണ്ട്. അത് നമുക്ക് ചൈന ടൗണിലേക്ക് പോകുന്ന ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാം. അത് നമ്മൾ കയറി കാണുക. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ നടന്ന് സോഹോ സ്ക്വയർ ഗാർഡൻസിൽ എത്തിയിട്ടുണ്ട്. പണ്ട് വളരെ പണ്ട് ഈ പാർക്കിൻ്റെ പേര് സോഹോ സ്ക്വയർ ഗാർഡൻസ് എന്നല്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് കിങ് സ്ക്വയർ എന്നായിരുന്നു. ആ നടുക്കായി കാണുന്ന ആ കുഞ്ഞു കെട്ടിടം ഉണ്ടല്ലോ, ട്യൂഡർ സ്റ്റൈൽ ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 20-ാം നൂറ്റാണ്ടിൽ പണിതതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ കാണുന്ന ആ പ്രതിമ ചാൾസ് രണ്ടാമൻ്റെ പ്രതിമയാണ്. ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത് രാജാവിനോടുള്ള വിശ്വസ്തതയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസ്റ്റോറേഷൻ്റെ അടയാളമായിട്ടൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇത് തന്നെയാണ് ലണ്ടനിലെ ഏറ്റവും പഴക്കമുള്ള ഔട്ട്ഡോർ പ്രതിമകളിൽ ഒന്ന് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ കടക്കുന്നത് വ്യത്യസ്തമായ ഒരു ലോകത്തിലേക്ക് തന്നെയാണ്. ലണ്ടനിലെ ചൈനയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ ചൈന ടൗണിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചൈന ടൗണിലേക്ക് കടക്കുന്നത് തന്നെ വലിയ ഭംഗിയുള്ള ചുവപ്പും സ്വർണവും നിറം കലർന്ന ആർച്ചിലൂടെയാണ്. ഇവിടെ ഈ ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ ചൈനീസ് സംസ്കാരത്തിൽ സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെ നിറമായാണ് അറിയപ്പെടുന്നത്. നിറയെ ചൈനീസ് ലാൻഡൻ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. രാത്രിയിലൊക്കെ വളരെ ഭംഗിയാണ് കേട്ടോ. ഇതെല്ലാം ലൈറ്റ് കത്തിക്കിടക്കുമ്പോൾ ഇതിലെ നടക്കുന്നത് നല്ല രസമാണ്. പിന്നെ നടക്കുന്നതിന് ഇരുവശവുമായിട്ട് നിറയെ ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഡിംസം ഷോപ്സ് ഉണ്ട്, ബബിൾ ടീ കഫേസ് ഉണ്ട്, ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഇവിടെ ലൈവായിട്ട് ഫിഷുകളെയും കടൽ വിഭവങ്ങളും ഒക്കെ ഫ്രഷായിട്ട് പിടിച്ച് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്ത് ചൈനീസ് സ്റ്റൈലിൽ തരും. നിങ്ങൾ ചൈനയിൽ പോയാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക സുഗന്ധമാണ്. ഇവിടെ നമുക്ക് പറയാനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൈനയിലെ ഒരു പ്രദേശത്തു നിന്നല്ല പല പ്രദേശത്തു നിന്നുള്ള റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിലും അവരുടേതായ തനതായ ഒരു കഥയുണ്ടാവും. ഓരോ വിഭവങ്ങൾക്കും പറയാൻ ഓരോ കഥ. ഇവിടെ പരമ്പരാഗതമായ ചൈനീസ് കൈയെഴുത്ത് കലയെ പ്രോത്സാഹിപ്പിക്കുന്ന കടകളുണ്ട്, ഔഷധ കടകളുണ്ട്, പല അലങ്കാരങ്ങളുണ്ട്. ഇവിടെ ഇത് ചൈനയുടെ സാംസ്കാരിക ആഴം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ചില ദിവസങ്ങളിലാണെങ്കിൽ ഇവിടെ ഡ്രാഗൺ ഡാൻസും ലയൺ ഡാൻസും ഒക്കെ പോലെ പരമ്പരാഗത നൃത്തങ്ങളും നടക്കാറുണ്ട്. വിസിറ്റിംഗ് വിസ എടുത്ത് ലണ്ടനിൽ വരുന്നവരും ഇവിടെ ഇംഗ്ലണ്ടിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഉള്ളവരും എപ്പോൾ ലണ്ടന് പോയാലും അവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ചൈന ടൗൺ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ലണ്ടനിൽ വന്നാൽ ഭക്ഷണമോ സംസ്കാരമോ ഫോട്ടോഗ്രാഫി അനുഭവങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നി ലണ്ടനിൽ വരുന്നവർ മസ്റ്റായിട്ട് ചൈന ടൗൺ വിസിറ്റ് ചെയ്യണം കേട്ടോ. നല്ല രസമാണ് ഇതിലേക്കൂടെ നടക്കാൻ.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ വരാട്ടോ. ബായ്.